എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നേവി സോൾജേഴ്സ് അവരാണെങ്കിൽ ആ ടെസ്റോസ് ഐലാൻഡ് മുഴുവനായിട്ടും അങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം നമ്മുടെ ആൾക്കാരും അവിടേക്ക് വന്നിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പൈററ്റ്സും ഒക്കെയാണ്. അവർ മാപ്പൊക്കെ ചെക്ക് ചെയ്യും. നമുക്ക് സ്ട്രെയിറ്റ് അല്ല, ഇതുവഴി വളഞ്ഞു പോവാണെങ്കിൽ ഈസി ആയിട്ട് അവർ ലോക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നേവിക്കാരങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യാണ്. ദേർ അതുവഴി പോ, ഇതുവഴി വാന്നൊക്കെ പറഞ്ഞ് ആ വൈസ് അഡ്മിറൽ ആളാണെങ്കിൽ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതേസമയം ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളെല്ലാ കാര്യങ്ങളും അസിസ്റ്റൻസിനെ ഏൽപ്പിച്ച് ഇപ്പൊ അവിടുന്ന് എങ്ങോട്ടോ കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് അവർക്കാണെങ്കിൽ അധിക സമയം അവരുടെ മുൻപിലില്ല. എത്രയും വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. സാമുറായി സിമ്പിൾ ആയിട്ട് പറയും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, രക്ഷപ്പെടാനുള്ള വഴി അത് ഓൾറെഡി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഉസോപ്പിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാവും. പക്ഷേ അവൻ മറ്റൊരു കാര്യം പറയും, വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നമുക്ക് രക്ഷപ്പെട്ടു പോവാൻ കപ്പലില്ല. അത് കേൾക്കുമ്പോൾ ഉസോപ്പിന് ചത്താ മതിയെന്നാവും. ഉടനെ കൈറൂസ് ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് എന്തോ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ലിയോയെ കോണ്ടാക്ട് ചെയ്ത് ഉടനെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറയും. അതിന് ലിയോയും ഓക്കെ പറയും. ലിയോ ആണെങ്കിൽ സമയം കഴിഞ്ഞ് ഇപ്പൊ പച്ചത്തലേനെ വിളിച്ച് നേവിക്കാരുടെ കാര്യം പറയും. നേവിക്കാര് അവർ പാലസ് ലക്ഷ്യമാക്കുന്ന കാര്യം പറയും. പക്ഷെ പച്ചത്തലേനാണെങ്കിൽ ഓൾറെഡി പാലസിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. പച്ചത്തലേൻ ലിയോയോട് താങ്ക്സ് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഐലാൻഡിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് പോവാം. അവിടെ നേവിക്കാരുണ്ട്, പക്ഷെ നമ്മുടെ ആൾക്കാർ അവിടെ പല സ്ഥലത്തായിട്ട് പതിഞ്ഞിരിപ്പുണ്ട്. നേവിക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നമുക്ക് ഈസിയായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുമെന്ന് അവൻ നമ്മുടെ ആൾക്കാർക്കും അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പ് കൊടുക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഐലാൻഡിന്റെ വിവിധ ഭാഗങ്ങൾ കാണിക്കും. നമ്മുടെ ചുന്ദരം പൈറട്ടും ബാക്കിയുള്ള എല്ലാവരും അവരാണെങ്കിൽ നേവിക്കാരുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ഐലാൻഡിന്റെ ഓരോ ഭാഗത്ത് പതുങ്ങിയിരിക്കുകയാണ്. പച്ചത്തലയും പറയും, നിങ്ങൾക്ക് പോകാനുള്ള കപ്പൽ അത് റെഡിയാണ്, ഇനി സമയമില്ല, എത്രയും വേഗം പോണം. ബെലമിയാണെങ്കിൽ ഇപ്പൊ ട്രഫാർഗർ ലോയോട് ചൂടാവും, നീ എന്തിനാ ആവശ്യമില്ലാതെ എന്നെ രക്ഷിച്ചേ, എനിക്ക് അവിടെ കിടന്ന് മരിക്കാനായിരുന്നു ഇഷ്ടം. അതിന് ക്യാഷ്ലായിട്ട് പറയും, നീ ലൂഫിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് നിന്നെ രക്ഷിച്ചത്, നിനക്ക് മരിക്കണമെങ്കിൽ അവിടെ തന്നെ പോയി നിനക്കിനി മരിക്കാം. പച്ചത്തലേനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെയും വിളിച്ച് പുറത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും നേവി സോൾജേഴ്സ് അവിടെ മുഴുവൻ വളഞ്ഞു കഴിഞ്ഞിരുന്നു. സോൾജേഴ്സ് ആണെങ്കിൽ ഒന്നും നോക്കില്ല, നിർത്താതെ ഷൂട്ട് ചെയ്യും. അത് കണ്ട പച്ചത്തലയൻ അവന്റെ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആൾക്കാരെ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. നമ്മൾ ഒരു കാരണവശാലും വിട്ടുപിരിഞ്ഞ് എവിടേക്കും പോകാൻ പാടില്ല, എല്ലാവരും ടീമായിട്ട് എന്റെ കൂടെ തന്നെ ഈ ബാരിയറിന്റെ ചോട്ടില് സേഫായിട്ട് മുൻപോട്ടേക്ക് പോകണമെന്ന് പറയും. അപ്പോഴായിരിക്കും ലൂഫി അവൻ തിരിഞ്ഞ് ആ കോട്ടയിലേക്ക് നോക്കുക. ഗായ്സ്, എനിക്ക് അത്യാവശ്യമായിട്ട് ആ കോട്ടയിലെ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, നിങ്ങളിപ്പോ മുൻപോട്ടേക്ക് പോയിക്കോ, ഞാൻ എത്രയും വേഗം തിരികെ വരാന്ന് പറഞ്ഞ് ആ കോട്ട ലക്ഷ്യമാക്കി ചാടി ഓടാനായിട്ട് നിൽക്കുകയാണ്. ഉടനെ ബാക്കിയുള്ളവരാണെങ്കിൽ ലൂഫിയോട് എത്രയും വേഗം കോട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവർ മുൻപോട്ടേക്ക് പോകും. ലൂഫി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിനെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ച് ആക്ഷൻ ലക്ഷ്യമാക്കി ഓടുകയാണ്. റിങ്കു കിങ് ആണെങ്കിൽ വയലറ്റിനോടും റെബേക്കയോടും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരാനായിട്ട് ടാങ്കിനോട് പറഞ്ഞയക്കും. അതേസമയം റെബേക്ക അവൾക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ കണ്ട് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ചെക്കൻ സോൾജേഴ്സിനെ എല്ലാം ഇടിച്ച് തോപ്പിച്ച് ഓടി വരിക. മറ്റൊരു ഭാഗത്ത് നേവിക്കാരാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് സോൾജേഴ്സിന് എല്ലാവർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. പച്ചത്തലയൻ കൊടിയൊക്കെ വീശി കാണിച്ച്, ഈ കൊടി കാണിക്കുന്ന സ്ഥലത്തൂടെ വായു, നിങ്ങൾ ആരും മാറി വേറെ വഴിയിലൂടെ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈസ്റ്റ് പോർട്ടിലേക്ക് ഓടും. അവർക്കറിയാം നേവി സോൾജേഴ്സ് ഓൾറെഡി അവരുടെ ലക്ഷ്യം അത് മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന്. കട്ട് ചെയ്ത ജീട്ടെന്ന് പേരുള്ള ഒരു പൈററ്റ് അവനാണെങ്കിൽ ഒരു കൂട്ടം നേവി ആൾക്കാരെ വെട്ടി താഴെയിട്ടിരിക്കുകയാണ്. അതിനുശേഷം നേവിക്കാരുടെ ട്രാൻസ്പോർട്ടേഴ്സ് നെയില് അത് നൈസായിട്ട് കൈക്കലാക്കി ആ നേവി വൈസ് അഡ്മിറലിനെ ആളങ്ങനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ വൈസ് അഡ്മിറലിനാണെങ്കിൽ അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു സംശയം തോന്നും. ഉടനെ ഈസ്റ്റ് സൈഡിലേക്ക് വീണ്ടും സോൾജേഴ്സിനെ അയക്കും. ഇവിടെയാണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാർക്ക് വഴിയൊരുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഒരു പിരമിഡിൽ അവന്റെ കൈ ചുരുട്ടി ഉണ്ടായിരുന്ന നേവിക്കാരെ എല്ലാവരെയും അട്ടിച്ച് താഴെയിടും. അതിനുശേഷം അവൻ അങ്ങനെ കറങ്ങി ആ സൺഫ്ലവർ കൂട്ടത്തിനിടയിലേക്ക് പറന്ന് ചാടുകയാണ്. ലൂഫി ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ സൺഫ്ലവേഴ്സിനെ കഴിഞ്ഞ് കൂടുതൽ ഇപ്പോ ആർമി സോൾജേഴ്സ് ആണ്. ലൂഫി അവന്റെ പവർ അത് അപ്ഗ്രേഡ് ചെയ്ത് അവരെ എല്ലാവരെയും അങ്ങനെ തല്ലി തല്ലി കൊല്ലും. അതിനുശേഷം ആ പാലസിലേക്ക് നോക്കി റെബേക്ക എന്ന് വലിയ ശബ്ദത്തിൽ അവൻ നിലവിളിക്കുകയാണ്. അവന്റെ ശബ്ദം കേട്ട് റെബേക്ക ആണെങ്കിൽ ജനലിലൂടെ ആ ഫ്ലവർ ഫീൽഡിലേക്ക് നോക്കും.
അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ നേവി വൈസ് അഡ്മിറൽ ആളാണെങ്കിൽ ഇപ്പൊ ഫ്ലവർ ഫീൽഡ് വെച്ച് ലൂഫിയെ കറക്റ്റ് ആയിട്ട് കാണുകയാണ്. ആള് വീണ്ടും വീണ്ടും ഒരുപാട് സോൾജിയേഴ്സിനെ ലൂഫിയെ പിടിക്കാനായിട്ട് അവിടേക്ക് പറഞ്ഞയക്കും. വേറെ ആരൊക്കെ രക്ഷപ്പെട്ടാലും ലൂഫി അവൻ രക്ഷപ്പെടാനായിട്ട് പാടില്ല. ഇത്തവണ പിടിച്ച ക്രെഡിറ്റ് അത് നമുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സോൾജിയേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഊർജവും ആയുധമൊക്കെ കൊടുത്ത് ലൂഫിക്ക് നേരെ പറഞ്ഞയക്കും. ഇവിടെ റെബേക്കയാണെങ്കിൽ ലൂഫിയെ കണ്ട് യെസ് ലൂഫി ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവൾ കൈയൊക്കെ വീശി കാണിക്കുകയാണ്. അത് കണ്ട് ലൂഫി അവളുടെ അടുത്തേക്ക് പായും. റെബേക്കയുടെ തോഴിമാരാണെങ്കിൽ ഇപ്പൊ റെബേക്കയോട് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങളിപ്പോ ഈ രാജ്യത്തിന്റെ പ്രിൻസസ് ആണ്, വെറും ഒരു പെൺകുട്ടിയല്ല. ഇതുപോലുള്ള പൈററ്റ്സിനോട് പ്രിൻസസ് സംസാരിക്കുന്നതും അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതും മോശമാണ്. തെറ്റായ മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വിധത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ ലൂഫി ആണെങ്കിൽ അപ്പോഴേക്കും അവന്റെ കൈ നീട്ടി ആ ജനലിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വരികയാണ്. ഒരു സോൾജിയർ ജനലിന്റെ അടുത്തേക്ക് വന്ന് ലൂഫിയെ ഓടിക്കാനായിട്ട് ശ്രമിക്കും. അതിന് റെബേക്ക അവനോട് ദേഷ്യപ്പെടും. അപ്പോൾ ഒരുപാട് സ്നേഹത്തിലും സന്തോഷത്തിലും ലൂഫിയെ നോക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ പല്ലൊക്കെ കടിച്ച് ഫുൾ കലിപ്പിൽ നിൽക്കും. സത്യം പറയും, ഈ ലാസ്റ്റ് മിനിറ്റ് നീ ഇതാണോ ചെയ്യാൻ പോണേ? നിനക്ക് പ്രിൻസസിന്റെ പവർ കിട്ടിയപ്പോഴേക്കും നിനക്ക് ബാക്കിയുള്ള എല്ലാവരെയും വേണ്ടതായോ? അവൾക്കാണെങ്കിൽ ലൂഫി ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാവില്ല. ലൂഫി അവൻ പറയുന്നത് കൈറോസിനെ കുറിച്ചാണെന്ന് പിന്നീട് അവൾക്ക് പിടികിട്ടും. അതിനവള് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവൾ ഒരുപാട് ചീത്ത പറയാണ്. സത്യം പറയും, നിനക്ക് എന്തു പറ്റി? നീ ഇത്രയും വേഗം എല്ലാം മറന്നുപോയോ? അതിനവള് പറയും, എന്റെ പപ്പ കൈറോസ് ആൾ ഓൾറെഡി എനിക്കൊരു ലെറ്റർ തന്നിരുന്നു. അതിൽ അദ്ദേഹം കർക്കശമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകളാണ് ഞാനെന്ന് ഈ ലോകം അറിയാൻ പാടില്ല എന്നാണ്. ലാസ്റ്റ് ടൈം ഞാൻ ടോയ് സോൾജിയർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ പപ്പയല്ല എന്നും എന്നെ ഗുണദോഷിക്കാൻ വരാൻ പാടില്ല എന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. സത്യത്തില് അദ്ദേഹം എന്റെ പപ്പയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അതായിരിക്കാം ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് അച്ഛൻ എത്തിയിട്ടുണ്ടാവുക. ലൂഫി നിനക്കിതിനെ കുറിച്ച് എന്താ തോന്നണേ? അതിന് ലൂഫി പല്ല് കടിച്ച് എനിക്കൊന്നും അറിയില്ല, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. ഞാൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് തിരികെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോവും. നിനക്ക് നിന്റെ പപ്പയെ വേണോ വേണ്ടയോ അതറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അവളാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കില്ല, എനിക്ക് എന്റെ പപ്പയെ അദ്ദേഹത്തെ മാത്രം മതിയെന്ന് പറയും. വയലറ്റ് ആണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കും. നീ എടുത്തു ചാടി പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് എത്തരുത്. പക്ഷെ റെബേക്ക അവളാണെങ്കിൽ വയലറ്റിനോട് എന്തോ ഒരു ഫേവർ ചോദിക്കും. അത് കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് തന്നെ ലൂഫി അവൻ ആ ജനല് തകർത്ത് റെബേക്കയെ തോളിലേറ്റി അങ്ങനെ പുറത്തേക്ക് എടുത്ത് ചാടുകയാണ്. വയലറ്റിനാണെങ്കിൽ കുറച്ച് ടെൻഷനുണ്ട്. പക്ഷെ അവൾ സന്തോഷത്തോടു കൂടെ ടാറ്റയൊക്കെ കൊടുത്ത് റെബേക്കയെ പറഞ്ഞയക്കും. അതേസമയം ഒരു സോൾജിയർ ആണെങ്കിൽ കിങ് റിങ്കുവിന്റെ അടുത്തേക്ക് ഓടി വരും. മാസ്റ്റർ കിങ്, റെബേക്കയെ ഒരു പൈററ്റ് തട്ടിക്കൊണ്ടുപോയി. അതിനാൾ ഫുൾ കലിപ്പില് അവന്റെ കോളറിൽ പിടിച്ചു വലിച്ച് ആരാണെന്ന് ചോദിക്കും. സോൾജിയർ പറയും, അത് മറ്റാരുമല്ല നമ്മുടെ എല്ലാവരുടെ രക്ഷകനായിരുന്ന സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫി. അത് കേട്ട് കിങ്ങും അവിടെയുള്ള ജനങ്ങളും എല്ലാവരും ഷോക്കാവും. അവരാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് മർമർ ചെയ്യാണ്. ആങ്കർ ആണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ശരി ശരി പോട്ടെ, എന്തായാലും എനിക്ക് ആ സ്ട്രോ ഹാറ്റ് ലൂഫിയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആങ്കർ ആണെങ്കിൽ വീണ്ടും ലൂഫിക്ക് തന്നെ കട്ട സപ്പോർട്ട് കൊടുക്കും. വൈസ് അഡ്മിറൽ ആണെങ്കിൽ ഇപ്പൊ രാജ്യത്തുള്ള എല്ലാവരെയും കളിയാക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു പൈററ്റിനെ വിശ്വസിച്ചിട്ട് അവൻ നിങ്ങളെ തന്നെ അവസാനം തിരിഞ്ഞു കൊത്തി. കുഴപ്പമില്ല, നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം. ആ ലൂഫിയെ പിടിച്ച് പ്രിൻസസ് റെബേക്കയെ അവളെ ഞങ്ങൾ തിരികെ ഏൽപ്പിക്കാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ ചാടി ഓടുന്ന ലൂഫിക്ക് അടുത്തേക്ക് ഒരുപാട് സോൾജിയേഴ്സിനെ അയക്കും. അവര് എന്നൊക്കെ ഉപയോഗിച്ച് നിർത്താതെ ലൂഫി ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അടുത്ത നിമിഷം അവരങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. വൈസ് അഡ്മിറലിനാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ആൾക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഒരു കാരണവശാലും അവർ ഈസ്റ്റ് സൈഡിൽ കൂടെ രക്ഷപ്പെടരുത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാനായിട്ട് ആള് സോൾജിയേഴ്സിന് നിർദ്ദേശം കൊടുക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓൾമോസ്റ്റ് ഈസ്റ്റ് സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയാണ് സെൻഗോക്കുവും ഒരു കൊരങ്ങനും രണ്ടുപേരും ചിപ്സ് ഒക്കെ കഴിച്ച് ക്യാഷ്ലായിട്ടിരിക്കുക. മറ്റൊരു ഭാഗത്ത് ലൂഫി അവൻ റെബേക്കയായിട്ട് ഫുൾ സ്പീഡിൽ ഓടി വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.